ചിക്കൻ കറിക്ക് നമ്മള് ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പം ചപ്പാത്തിക്കുള്ള മാവ് നമ്മൾ കുറച്ച് നേരത്തെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പം ഇത് ഉരുട്ടാണേ. നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മാവ് ഉരുട്ടാണ്. മാവ് കയ്യിൽ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഗൈസ്, നമ്മളപ്പം സവോള അരിയാണ്. എന്റെ അമ്മയാണ് അരിയുന്നത്. അപ്പൊ നോക്കൂ, നമ്മളിത് വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും ഓരോ പാത്രത്തിലായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ സവോള ഇരുന്ന അരിയാണ്. നമ്മുടെ ചിക്കൻ കഴുകി നല്ല സൂപ്പർ ആയിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, ചിക്കൻ നല്ല സൂപ്പർ ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നെ കാണിക്കേ. അപ്പം ഗൈസ്, നമ്മളിപ്പോ തക്കാളി അരിയാണ്. നല്ല ഫ്രഷ് തക്കാളിയാണേ. കറിവേപ്പിലയൊക്കെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറിച്ചാണ്. നമ്മുടെ തക്കാളിയൊക്കെ അരിയുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ചിക്കനൊക്കെ ഫ്രഷ് ആണ്. അപ്പൊ ഞങ്ങള് ജീരകം ഇടിക്കാണ്. ഞങ്ങള് പഴയകാലത്ത് ഞങ്ങള് ഉള്ളൊരു സാധനം. അപ്പൊ നമ്മള് ഗ്രാമ്പൂവും കരുവേപ്പട്ടയൊക്കെ ഇട്ടിട്ട് നമ്മള് നല്ലോണം ഇടിക്കുകയാണ്. അപ്പൊ നമ്മള് പഴയകാല രീതിയിലാണ് ഇതൊക്കെ ഇടിക്കുന്നത്. നമ്മളപ്പം നല്ലോണം നമ്മൾ ഇടിച്ചാലേ നമ്മള് ചിക്കൻ കറി വെക്കുമ്പോ അതിൻ്റെതായ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പം ഗൈസ്, നമ്മുടെ വീട്ടിലുള്ള പണ്ടുകാലത്തെ അടുപ്പാണ് ഇത്. കണ്ടോ, തീ കത്തിക്കാൻ വെച്ചതാണ്. അമ്മ ചട്ടി ഇപ്പൊ വെക്കും. നമ്മൾ ഈ അടുപ്പിലാണ് എപ്പോഴും ചിക്കൻ കറി വെക്കാറ് തന്നെ. അപ്പൊ ഞങ്ങളിപ്പൊ ചിക്കൻ വാട്ടാൻ പോവാണ്. ഞങ്ങൾ ഇങ്ങനെയാണ് ചിക്കൻ വാട്ടാറ്. ഈ ചിക്കൻ വാട്ടിയാലേ നല്ല ടേസ്റ്റ് ഒക്കെ വരത്തുള്ളൂ. ഞങ്ങൾ ഇങ്ങനെയാണ് ചിക്കൻ വാട്ടാറ്. നിങ്ങൾ എങ്ങനെയാ വാട്ടാറെന്ന് കമന്റ് ചെയ്യണേ. നമ്മള് ചിക്കൻ ഇടാൻ പോവാണ് ഇപ്പം. അപ്പൊ നമ്മളിപ്പോ എണ്ണ വെച്ചിട്ടുണ്ടേ. നമ്മള് ചിക്കൻ നല്ല ഫ്രഷ് ആയ ചിക്കൻ വന്നിട്ടുണ്ട്. നോക്കിയിടാൻ പറ്റും. എണ്ണയൊക്കെ ഇട്ടിട്ടുണ്ട്. എണ്ണ നമ്മൾ ഒഴിച്ചിട്ടാണ് ചിക്കൻ ഇടുന്നത്. വലിയ വലിയ പീസ് ആയതുകൊണ്ട് ചെറിയ പീസൊക്കെ അരിഞ്ഞിട്ടേക്കാണ് നമ്മൾ. അരിഞ്ഞിട്ടേക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വലുതായിട്ട് ഇടത്തുള്ളൂ. അരിഞ്ഞിട്ടേക്കുന്ന നല്ല മസാലയൊക്കെ അതിന്റെ അകത്തേക്ക് പിടിക്കണം. അന്നേരം നല്ല ടേസ്റ്റ് ഒക്കെ കാണത്തുള്ളൂ. പിന്നെ കറിവേപ്പിലയും അതൊക്കെ ഇടുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന്റെ മസാല ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. നമ്മളപ്പം ഷാമ്പു ഒക്കെ ഇടാൻ പോവാണ്. ശരി, ഉപ്പുപൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോഴേ അതിന്റെ ശരിക്കും ടേസ്റ്റ് വരത്തുള്ളൂ. നമ്മളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കരിവേപ്പിലയുണ്ട്, പിന്നെ സവോളയുണ്ട്, തക്കാളിയുണ്ട്. പിന്നെ മസാല നമ്മളിപ്പം റെഡിയാക്കും. അപ്പം നമ്മളിപ്പോ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. നമ്മള് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്.
അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന മുളക് പൊടിയാണ്. നമ്മള് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, ചിക്കൻ പൊടി ഇട്ടിട്ടുണ്ട്, മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത്രയും ചേരുവകളാണ് നമുക്ക് ഉള്ളത്. ഇപ്പം നമ്മള് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മള് സവോള വയറ്റാനായിട്ടാണ് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ വയറ്റാം. എണ്ണയാണ് നമ്മളിപ്പം എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇത്ര എണ്ണ നമുക്ക് മതി, ഇത്ര മതി. അപ്പം നമ്മൾ വിറകടുപ്പ് വെച്ചേക്കുന്നതുകൊണ്ട് എണ്ണ ചൂടാവാൻ ഇച്ചിരി താമസമുണ്ട്. അതുവരെ ഞാനൊരു പാട്ട് പാടാം. താരകപ്പെണ്ണാളേ കതിരാടും മിഴിയാളേ, തമ്പുരാനെത്തിയിടും മുമ്പേ കരിങ്കാറ് കോര പരിച്ചാട്ടെ, തക താത്തിനന്തകത്തെയ്താരോ, തകതിനന്തകത്തെയ്താരോ, താത്തിനന്തക തകതിനന്തകത്തെയ്താരോ. ഇപ്പൊ നമ്മള് എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പൊ നമ്മള് കരിവേപ്പില ഇട്ടാണ്. ഇനി നമ്മള് സബോളയാണ് ഇടുന്നത്. നല്ലോണം വഴറ്റിയെടുക്കണം നമുക്ക്, എന്നാലേ ചിക്കൻ്റെ ടേസ്റ്റ് വരും. അപ്പൊ നമ്മള് സബോള ചേർത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചേർത്ത് കൊടുക്കാണ്. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുള്ളൂ. ചെറിയ മസാലയായിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പൊ നമ്മള് സവോള നല്ലോണം വഴറ്റി വരാനായിട്ട് ഉപ്പിട്ട് കൊടുക്കാണ്. അപ്പം ഗൈസ്, അമ്മ തക്കാളി ഇടാണേ, ഉണ്ടോ? തക്കാളി ഇട്ടിട്ട് നല്ലോണം വഴറ്റാണേ. അപ്പം നല്ലോണം വഴറ്റും. ചിക്കൻ കറി റെഡിയായി.
എനിക്ക് ഇഷ്ടപ്പെട്ടു.